നമസ്കാരം. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തെലുങ്ക് നടൻ ആരാണെന്ന് ചോദിച്ചാൽ അതിലൊരാൾ നാച്ചുറൽ സ്റ്റാർ നാനി ആയിരിക്കും. ഈച്ച മുതൽ കേരളത്തിൽ തരംഗമാക്കിയ നാനി ഇപ്പോൾ മലയാള സിനിമയുമായി കൂടുതൽ അടുക്കുകയാണ്. വെറുമൊരു നടനായിട്ടല്ല, മറിച്ച് നമ്മുടെ പ്രിയ താരങ്ങളായ ദുൽഖർ സൽമാനെയും നസ്ലനെയും വെച്ച് സിനിമകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് നാനിയുടെ വേൾഡ് പോസ്റ്റർ സിനിമ. തെലുങ്ക് ലോകത്തെ ഈ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കോർട്ട് എന്ന സിനിമയിലൂടെ വമ്പൻ വിജയം നേടിയ റാം ജഗദീഷാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം ചെയ്യുന്നത്. നാനിയുടെ നിർമ്മാണത്തിൽ ദുൽഖർ നായകനായി എത്തുമ്പോൾ അത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊജക്ടുകളിൽ ഒന്നായി മാറും. എന്തുകൊണ്ടാണ് ദുൽഖർ എന്നല്ലേ? തെലുങ്കിൽ ഇതിനോടകം വലിയ മാർക്കറ്റുള്ള താരമാണ് ദുൽഖർ സൽമാൻ. നാനിയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും റാം ജഗദീഷിന്റെ മേക്കിംഗും ചേരുമ്പോൾ അതൊരു ക്ലാസിക് ഹിറ്റായി മാറുമെന്നതിൽ സംശയമില്ല. മലയാളത്തിലെ യുവതാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന നസ്ലൻ ഇപ്പോൾ തെലുങ്കിലേക്കും ചുവടുവെക്കുന്നു. ദണ്ഡോറ എന്ന ഹിറ്റ് ചിത്രം ഒരുക്കിയ മുരളീകാന്താണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. നാനിയുടെ നിർമ്മാണ കമ്പനി ഇപ്പോഴും പുതിയ പരീക്ഷണങ്ങൾക്ക് തയ്യാറാണ്. നസ്ലന്റെ ആ സ്വാഭാവിക അഭിനയശൈലി തെലുങ്ക് പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടതാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നാനി ഈ വലിയ പ്രൊജക്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ജേഴ്സി, ഗ്യാങ് ലീഡർ എന്നീ സിനിമകൾക്ക് ശേഷം നാനിയും അനിരുദ്ധും വീണ്ടും ഒന്നിക്കുന്നു എന്നത് തന്നെ ആരാധകർക്ക് വലിയ ആവേശമാണ്. ദി പാരഡൈസ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം നാനിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. GK വിഷ്ണുവിന്റെ ഛായാഗ്രഹണവും നവീൻ നൂലിയുടെ എഡിറ്റിംഗും ചിത്രത്തെ വേറെ ലെവലിൽ എത്തിക്കും. ശ്രീലക്ഷ്മി വെങ്കടേശ്വര സിനിമാസാണ് ചിത്രം നിർമ്മിക്കുന്നത്. വെറുമൊരു നടനായി ഒതുങ്ങാതെ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിർമ്മാതാവാണ് നാനി. മലയാളത്തിലെ പ്രതിഭകളെ തന്റെ നിർമ്മാണ കമ്പനിയിലൂടെ തെലുങ്കിലേക്ക് എത്തിക്കുന്നത് വഴി തെലുങ്ക് സിനിമയും മലയാള സിനിമയും തമ്മിലുള്ള ദൂരം നാനി എന്ന ഈ വലിയ കലാകാരനിലൂടെ കുറയുകയാണ്. ദുൽഖറിന്റെയും നസ്ലന്റെയും ചിത്രങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണാൻ ആരാധകർ ആവേശത്തിലാണ്. നാനിയുടെ ഈ പുതിയ നീക്കത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. നാനി എപ്പോഴും മലയാള സിനിമയെ ആരാധിക്കുന്ന ഒരാളാണ്. അദ്ദേഹം നമ്മുടെ താരങ്ങളെ വെച്ച് സിനിമ നിർമ്മിക്കുന്നത് മലയാള സിനിമയ്ക്കുള്ള വലിയൊരു അംഗീകാരമാണ്. അനിരുദ്ധിന്റെ സംഗീതവും നാനിയുടെ സ്ക്രീൻ പ്രസൻസും ഒന്നിക്കുമ്പോൾ ദി പാരഡൈസ് ഒരു ഇൻഡസ്ട്രി ഹിറ്റാകുമെന്നത് ഉറപ്പാണ്. സിനിമയിൽ യാതൊരു പാരമ്പര്യവുമില്ലാതെ വന്നൊരാളാണ് നാനി. റേഡിയോ ജോക്കിയായും പിന്നീട് പ്രശസ്ത സംവിധായകൻ ബാപ്പുവിന്റെ സഹായിയായുമാണ് അദ്ദേഹം കരിയർ തുടങ്ങിയത്. 2008 മോഹൻ കൃഷ്ണ ഇന്ദ്രഗന്ധി സംവിധാനം ചെയ്ത അഷ്ടാചമ്മ എന്ന സിനിമയിലൂടെയാണ് നാനി നായകനായി അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ സിനിമ തന്നെ വലിയ വിജയമായിരുന്നു. നാനിയുടെ കരിയർ മാറ്റിമറിച്ച രാജമൗലി ചിത്രം ഈച്ച കേരളത്തിലും വലിയ ഹിറ്റായിരുന്നു. പിന്നീട് ജേഴ്സി, ദസറ, സൂര്യ സാറ്റർഡേ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി. അഭിനയത്തിന് പുറമെ വേൾഡ് പോസ്റ്റർ സിനിമ എന്ന പ്രൊഡക്ഷൻ ഹൗസിലൂടെ മികച്ച സിനിമകൾ അദ്ദേഹം നിർമ്മിക്കുന്നു. മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിൽ വരാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ഒരാളാണ് ദുൽഖർ. വിദേശത്ത് ബിസിനസ് പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷമാണ് സിനിമയോടുള്ള പാഷൻ തിരിച്ചറിഞ്ഞത്. 2012 ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സെക്കൻഡ് ഷോ എന്ന ചെറിയ ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. തന്റെ പേരിനൊപ്പം മമ്മൂട്ടിയുടെ പേര് ചേർക്കാതെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. മഹാനടി എന്ന ചിത്രത്തിലെ ജെമിനി ഗണേശൻ എന്ന വേഷത്തിലൂടെ തെലുങ്ക് പ്രേക്ഷകർ DQവിനെ ഏറ്റെടുത്തു. പിന്നീട് സീതാരാമം എന്ന ഇൻഡസ്ട്രി ഹിറ്റിലൂടെ ദുൽഖർ തെലുങ്കിലെ ഏറ്റവും പ്രിയപ്പെട്ട റൊമാൻറ്റിക് ഹീറോയായി മാറി. ഇപ്പോൾ നാനിയുടെ നിർമ്മാണത്തിൽ ദുൽഖർ എത്തുമ്പോൾ അത് വലിയൊരു തരംഗമാകുമെന്നത് ഉറപ്പാണ്. സോഷ്യൽ മീഡിയയിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയുമാണ് നസ്ലൻ ശ്രദ്ധിക്കപ്പെടുന്നത്. വളരെ സ്വാഭാവികമായ തമാശകൾ കൈകാര്യം ചെയ്യാനുള്ള നസ്ലന്റെ കഴിവാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. 2019 ഗിരീഷ് AD സംവിധാനം ചെയ്ത തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലെ മെൽവിൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് നസ്ലൻ അരങ്ങേറ്റം കുറിച്ചത്. ആ സിനിമയിലെ വൺ ലൈൻ തമാശകൾ നസ്ലനെ യൂത്തിന്റെ ഹരമാക്കി മാറ്റി. പ്രേമലു എന്ന സിനിമ തെലുങ്കിൽ ഡബ്ബ് ചെയ്തിറങ്ങിയപ്പോൾ അവിടെ വലിയ വിജയം നേടിയിരുന്നു. അന്നു മുതൽ തെലുങ്ക് നിർമ്മാതാക്കൾ നസ്ലന് പിന്നാലെയാണ്. ഇപ്പോൾ നാനി തന്നെ നസ്ലനെ തന്റെ പ്രൊഡക്ഷനിൽ തെലുങ്കിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു വമ്പൻ ലോഞ്ച് ആയിരിക്കും. സ്വന്തം കഠിനാധ്വാനം കൊണ്ട് സിനിമാ സാമ്രാജ്യം കെട്ടിപ്പടുത്ത നാനി നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റാർ ദുൽഖറിനെയും യുവതാരം നസ്ലനെയും ഒപ്പം കൂട്ടുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമയിലെ പുതിയ ചരിത്രത്തിനാണ്. സെക്കൻഡ് ഷോയിലെ ലാലുവിൽ നിന്ന് പാൻ ഇന്ത്യൻ DQവിലേക്കും തണ്ണീർമത്തൻ ദിനങ്ങളിലെ മെൽവിനിൽ നിന്നും തെലുങ്ക് നായകനിലേക്കുമുള്ള ഈ വളർച്ച മലയാളം സിനിമയുടെ തന്നെ വിജയമാണ്. നാനിക്ക് സിനിമയിൽ ഗോഡ്ഫാദർമാരൊന്നും ഉണ്ടായിരുന്നില്ല. റേഡിയോ ജോക്കിയായി ജോലി ചെയ്യുന്നതിനിടയിലാണ് സിനിമയോടുള്ള താല്പര്യം നാനിക്ക് കൂടുന്നത്. സംവിധായകനാകാൻ കൊതിച്ച് പ്രശസ്ത സംവിധായകൻ ബാപ്പുവിന്റെയും ശ്രീനു ബെറ്റ്ലയുടെയും അസിസ്റ്റന്റായി ജോലി ചെയ്യുകയായിരുന്നു നാനി. അഷ്ടാചമ്മ എന്ന സിനിമയുടെ ഓഡീഷന് പോയത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആകാനായിരുന്നു. എന്നാൽ നാനിയുടെ ആറ്റിറ്റ്യൂഡും സംസാര ശൈലിയും കണ്ട സംവിധായകൻ അദ്ദേഹത്തെ നായകനാക്കി. നാനിയുടെ യഥാർത്ഥ പേര് നവീൻ ബാബു ഖണ്ട എന്നാണ്. വീട്ടിൽ വിളിക്കുന്ന പേരായ നാനി എന്നത് സിനിമയിൽ അദ്ദേഹം സ്ഥിരമാക്കുകയായിരുന്നു. തെലുങ്ക് സിനിമയിൽ അതിഭാവുകത്വമില്ലാതെ വളരെ സ്വാഭാവികമായി അഭിനയിക്കുന്നത് കൊണ്ടാണ് ആരാധകർ അദ്ദേഹത്തെ നാച്ചുറൽ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. വിദേശത്ത് ബിസിനസ് പഠനം കഴിഞ്ഞ് ചെന്നൈയിൽ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ദുൽഖർ. എന്നാൽ ഉള്ളിലെ സിനിമാ മോഹം കാരണം അത് ഉപേക്ഷിച്ചു. ഒരു വലിയ സംവിധായകന്റെ സിനിമയിലൂടെ അരങ്ങേറാൻ ദുൽഖറിന് എളുപ്പമായിരുന്നു. എന്നാൽ നവാഗതനായ ശ്രീനാഥ് രാജേന്ദ്രന്റെയും പുതിയൊരു ടീമിന്റെയും കൂടെ ഒരു ചെറിയ പരീക്ഷണ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വന്നത്. മലയാളത്തിന് പുറമെ
തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ അഭിനയിച്ച് എല്ലായിടത്തും സ്വന്തമായ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയ ഏക യുവതാരം ദുൽഖറാണ്. അഭിനയം പോലെ തന്നെ ദുൽഖറിന് ക്രേസ് ഉള്ള ഒന്നാണ് കാറുകൾ. അദ്ദേഹത്തിന്റെ കാർ കളക്ഷൻ ഇന്ത്യയിലെ തന്നെ മികച്ച ഒന്നായി കണക്കാക്കപ്പെടുന്നു. തണ്ണീർമത്തൻ എന്ന സിനിമയിലെ ഓഡീഷനിൽ പങ്കെടുത്ത നസ്ലൻ തന്റെ കൗണ്ടർ ഡയലോഗുകൾ കൊണ്ട് എല്ലാവരെയും ചിരിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ മെൽവിൻ എന്ന വേഷം അദ്ദേഹത്തിന് ലഭിച്ചത്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ സംസാരിക്കുന്ന അതേ ശൈലിയും ബോഡി ലാംഗ്വേജുമാണ് നസ്ലന്റെ വിജയം. ഗിരീഷ് ഷെഡി എന്ന സംവിധായകൻ കൂടെയുള്ള നസ്ലിന്റെ സിനിമകളെല്ലാം ഇൻഡസ്ട്രി ഹിറ്റുകളായി മാറി. പ്രേമലു തെലുങ്കിൽ റിലീസ് ചെയ്തപ്പോൾ അത് ബാഹുബലി സംവിധായകൻ SS രാജമൗലിയുടെ മകൻ കാർത്തികേയനാണ് വിതരണത്തിനെടുത്തത്. തെലുങ്ക് പ്രേക്ഷകർ നസ്ലിനെ അത്രമേൽ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ സിനിമയുടെ വിജയം. നാനിയുടെ നിർമ്മാണത്തിൽ ദുൽഖറും നസ്ലനും ഒന്നിക്കുന്നത് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് സൗത്ത് ഇന്ത്യൻ സിനിമയുടെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കാനുള്ള വലിയൊരു നീക്കമാണ്. പലരും താരപുത്രന്മാരായി ജനിച്ചിട്ടുണ്ടാകാം. എന്നാൽ സ്വന്തം കഴിവുകൊണ്ട് സാമ്രാജ്യങ്ങൾ കീഴടക്കിയ നാനിയും ദുൽഖറും നസ്ലനും ഒന്നിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രമാണ് പിറക്കാൻ പോകുന്നത്.